ഇന്ത്യ ഇപ്പോൾ ഒരു വല്ലാത്ത വെല്ലുവിളിയിലൂടെയാണ് കടന്നു പോകുന്നത്. പ്രധാനമന്ത്രിയുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇന്ത്യയിലെ സർക്കാർ ഏജൻസികളിലെല്ലാം പ്രവർത്തിക്കുന്നത് RSSൻ്റെ ഇഷ്ടത്തിനും അനുസരിച്ചാണ്. ഓർക്കണം, രാജ്യത്തെ രാഷ്ട്രപിതാവിൻ്റെ ഘാതകൻ്റെ സംഘടനയാണ് ഈ RSS എന്നത്. ആ സംഘടനയുടെ നിയന്ത്രണത്തിൽ രാജ്യത്തെ കൊണ്ടെത്തിക്കാൻ മോദി എന്ന ഭരണാധികാരി നടത്തുന്ന പ്രയത്നങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അത്തരം കാര്യങ്ങളിൽ വ്യാപൃതനാവുമ്പോൾ തന്നെ മോദി ജനാധിപത്യം തകർക്കാനും ശ്രമം നടത്തുന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് രാഹുൽ ഗാന്ധി പുറത്തു കൊണ്ടുവന്ന വോട്ട് ചോർ. രാജ്യത്താകമാനം BJPയുടെ നിർദ്ദേശപ്രകാരം വോട്ടർ പട്ടികയിൽ തിരിമറി നടത്തുകയും അതുവഴി BJP അധികാരത്തിൽ എത്തിയതിന് പിന്നാലെ രാജ്യത്ത് BJP നടപ്പിലാക്കിയ ജനദ്രോഹപരമായ വിവിധ മാറ്റങ്ങൾ രാഹുൽ ഗാന്ധി നിരന്തരം ചോദ്യം ചെയ്തതോടെ മോദി എന്ന ഭരണാധികാരി രാഹുൽ ഗാന്ധിക്കെതിരെ തിരിയുകയായിരുന്നു. മോദി അദാനി അഴിമതി ചോദ്യം ചെയ്ത് രാഹുൽ ഗാന്ധി മോദിക്കെതിരെയുള്ള ആദ്യ ജനാധിപത്യ യുദ്ധം പ്രഖ്യാപിച്ചതോടെ മോദിയിൽ രാഹുലിനോടുള്ള വൈരത്തിന് തുടക്കമിട്ടു. തുടർന്ന് അങ്ങോട്ട് രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ രാജ്യത്തെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് പാർലമെന്റിനകത്തും പുറത്തും നടത്തിയ അനേക പ്രതിഷേധങ്ങൾ മോദി എന്ന ഭരണാധികാരിയുടെ ഉറക്കം കെടുത്തുന്നവയായിരുന്നു. പപ്പു എന്ന് കളിയാക്കി വിളിച്ചവർക്ക് മുന്നിൽ ഭാരത് ജോഡോ യാത്രയുമായി രാജ്യത്തിൻ്റെ ചരിത്രത്തിലേക്ക് നടന്നു കയറിയ അദ്ദേഹം 4080 കിലോമീറ്റർ 135 ദിവസം കൊണ്ട് 14 സംസ്ഥാനങ്ങളിലൂടെ 75 ജില്ലകൾ താണ്ടി ഇന്ത്യയുടെ ഇടനെഞ്ചിൽ ഇടിമുഴക്കം തീർത്തപ്പോൾ സത്യത്തിൽ വിറങ്ങലിച്ചത് മോദി എന്ന ഭരണാധികാരിയായി. ആ യാത്രയിൽ രാഹുൽ ഗാന്ധി എന്ന രാഷ്ട്രീയക്കാരൻ പുനർജനിക്കുകയായിരുന്നു. പിന്നീട് അങ്ങോട്ട് ഓരോ അണുവിലും തികഞ്ഞ രാജ്യസ്നേഹത്തിൻ്റെ പ്രതിഫലനമാണ് രാഹുൽ ഗാന്ധിയിൽ കണ്ടത്. ഇടത് കൈയിൽ ഭരണഘടനയും വലത് കൈയിൽ ചൂണ്ടിയ വിരലും വാക്കുകളിൽ തീജ്വാലയുമായി പാർലമെന്റിൽ കത്തിക്കയറിയ രാഹുലിനെ തളയ്ക്കാൻ മോദി കിണഞ്ഞു ശ്രമിച്ചിട്ടും കഴിയാതെ വന്നപ്പോഴാണ് പ്രതിപക്ഷ നേതാവിൻ്റെ അവകാശങ്ങളെ നിഷേധിച്ചും കുടുംബപരമായി അവഹേളിച്ചും കള്ളക്കേസുകൾ സൃഷ്ടിച്ചുമൊക്കെ ഒതുക്കാൻ ശ്രമിച്ചപ്പോഴൊക്കെ രാഹുൽ 10 മടങ്ങ് ശക്തി ആർജിച്ച് ആഞ്ഞടിച്ചു. മോദിയുടെ അഴിമതികൾ ഓരോന്നോരോന്നായി പുറത്തു കൊണ്ടുവന്ന രാഹുൽ ഗാന്ധി ആദ്യം മുതലേ പറഞ്ഞ ഒരു കാര്യമാണ് തിരഞ്ഞെടുപ്പിൽ അട്ടിമറി നടന്നു എന്നത്. എന്നാൽ രാഹുൽ ഗാന്ധി ഉന്നയിച്ച ഇക്കാര്യങ്ങളിലൊക്കെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ മോദിക്ക് വേണ്ടി മൗനം പൂകുകയായിരുന്നു. പക്ഷേ രാഹുൽ ഗാന്ധി വിടാൻ ഭാവമില്ലായിരുന്നു. വോട്ട് ചോറിൻ്റെ മുഴുവൻ തെളിവുകളുമായി രംഗത്ത് വന്നു. അതോടെ മോദി കെട്ടിപ്പൊക്കി കൊണ്ടുവന്ന ഇമേജ് അപ്പാടെ തകർന്നടിയുന്ന കാഴ്ചയാണ് പിന്നീട് ബീഹാറിൽ നടന്ന വോട്ടർ പട്ടിക പുതുക്കലിൽ വൻ ക്രമക്കേട് കണ്ടെത്തിയ രാഹുൽ ഗാന്ധി വോട്ട് ചോറിനെതിരെയും വോട്ടർ പട്ടിക ക്രമക്കേടിനെതിരെയും നടത്തിയ 16 ദിവസം നീണ്ടുനിന്ന യാത്ര രാജ്യം പ്രകമ്പനം കൊണ്ടു. ബീഹാറിൽ തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് തിരക്കിട്ട് നടപ്പിലാക്കിയ SIRനെതിരെയും വ്യാപക ആരോപണം ഉയർന്നു വന്നതിന് പിന്നാലെ ഇപ്പോൾ കേരളത്തിലടക്കം മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് SIR നടപ്പിലാക്കാനുള്ള ഒരുക്കത്തിലാണ് കേന്ദ്ര സർക്കാർ. തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള BJPയുടെ ഈ നീക്കത്തിനെതിരെയും പ്രതിഷേധം ഉരുണ്ടുകൂടുകയാണ് ഇപ്പോൾ. ബീഹാറിൽ നടത്തിയ വോട്ടർ പട്ടികയിലെ അഴിമതിയുടെ ഭീമമായ കണക്കുകൾ പുറത്തുവിട്ട് പ്രതിഷേധിച്ച രാഹുൽ ഗാന്ധി ബീഹാറിൽ നടത്തിയ വോട്ടധികാർ യാത്ര രാജ്യത്തിൻ്റെ മറ്റ് സംസ്ഥാനങ്ങളിലേക്കും വ്യാപിപ്പിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഇപ്പോൾ. അധികാരം ഉപയോഗിച്ച് മോദി നടത്തിയ ഈ കള്ളക്കളികളാണ് രാഹുൽ ഗാന്ധി പുറത്തു കൊണ്ടുവന്നത്. മോദിയെ അണുവിട ചലിക്കാൻ വിടാതെ 4 ദിക്കിൽ നിന്നും കത്രികപ്പൂട്ടിട്ട് പെടുത്തിയിരിക്കുകയാണ് രാഹുൽ ഗാന്ധി. അഴിമതിയുടെ കയത്തിൽ നിന്നും മോദിക്ക് അധികാരം ഉപയോഗിച്ച് പോലും രക്ഷപ്പെടാൻ കഴിയാത്ത വിധത്തിൽ അകപ്പെടുത്തിയ രാഹുൽ ഗാന്ധി വീണ്ടും വീണ്ടും മോദിയെ നേരിട്ട് വെല്ലുവിളിക്കുകയാണ്. അതിനൊന്നും തക്കതായ മറുപടി നൽകാൻ കെൽപ്പില്ലാതെ അടിപതറിയ മോദിയെയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. അഴിമതിയുടെ അഴുക്ക് കുളത്തിൽ മുങ്ങിയ മോദിക്ക് ഇനി രക്ഷപ്പെടാൻ പഴുതുകൾ ഒന്നുമില്ല.
ദിഗന്തങ്ങൾ നാലും കൊട്ടിയടച്ചു രാഹുൽ ഗാന്ധി. ഇനി മോദിക്ക് രാഹുൽ ഗാന്ധിക്ക് മുന്നിൽ സാഷ്ടാംഗം വീഴാം. അല്ലെങ്കിൽ അഴിമതിയുടെ കറപുരണ്ട കൈകളുമായി മോദി അധികാരങ്ങളെല്ലാം വിട്ടൊഴിഞ്ഞ് ഈ അധികാര കസേരയിൽ നിന്നും പടിയിറങ്ങാം. കപടതകൾക്ക് മേലെ അടങ്ങിയിരുന്ന് മോദി തൻ്റെ അധികാരമുറപ്പിക്കാൻ കാട്ടിക്കൂട്ടുന്നതൊക്കെയും പൊളിച്ചടക്കുന്ന രാഹുൽ ഗാന്ധിയുടെ നീക്കം മോദിയുടെ കപടതകൾ എല്ലാം പുറത്തു കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു. അതിൽ ഏതാണ്ട് വിജയിക്കുകയും ചെയ്തു കഴിഞ്ഞു. BJPയുടെ വലിയ ഒരു കൊള്ളസംഘം മോദിക്ക് വേണ്ടി രാജ്യത്ത് പ്രവർത്തിക്കുന്നുണ്ട്. അതിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അടക്കമുണ്ട്. അതുകൊണ്ടാണ് ബീഹാറിലും മഹാരാഷ്ട്രയിലും കർണാടകയിലും കേരളത്തിലും അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ വോട്ട് തട്ടിപ്പ് കഥകൾ പുറത്തു വരുന്നത്. രാജ്യത്തിൻ്റെ നിലനിൽപ്പ് തന്നെ ചോദ്യം ചെയ്യപ്പെടുന്ന ഇത്തരം കാര്യങ്ങളിൽ പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ കർക്കശമായ നിലപാടാണ് രാഹുൽ ഗാന്ധി സ്വീകരിച്ചത്. അതുകൊണ്ടാണ് ജനം രാഹുലിന്റെ പിന്നിൽ അണിനിരക്കുന്നത്. ശക്തമായി മോദിക്ക് മുന്നിൽ നിന്നും കൈ ചൂണ്ടാൻ കേൾപ്പുള്ള ഒരു നേതാവിന് വേണ്ടി ജനം ആർത്തു വിളിക്കുകയാണ് ഇന്ത്യയിൽ. രാജ്യത്തിൻ്റെ കാവൽക്കാരൻ രാഹുൽ ഗാന്ധി എന്ന്, തങ്ങളുടെ രാജ്യനായകൻ രാഹുൽ ഗാന്ധി എന്ന് അവർ ഉറക്കെ പ്രഖ്യാപിക്കുമ്പോൾ അത് രാജ്യത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയുള്ള മുറവിളിയായി വേണം കരുതാൻ. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ ചാനൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ സബ്സ്ക്രൈബ് ബട്ടണിലെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്.